അഖിൽ മാരാറിന് ഇതിലും വലിയൊരു ഊക്ക് വേറെ എവിടുന്നും ഇനി കിട്ടുമെന്ന് തോന്നില്ല, വേറെ ആർക്കും കൊടുക്കാനും സാധിക്കില്ല. എന്താണെന്നല്ലേ, ആദ്യം അഖിൽ മാരാറിന്റെ ഒരു ഡയലോഗ് കേൾക്കാം. ഒരു സ്പെഷ്യൽ മെൻഷൻ കൂടി ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കാം. റിപ്പോർട്ടർ ചാനലിലെ അരുൺകുമാറിന് എന്റെ വാർത്ത ഞാൻ മുന്നിലാണെന്ന് വായിക്കുന്ന നിമിഷത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ഇനി നമുക്ക് ആ ഊക്കൊന്ന് കേട്ടിട്ട് വരാം. കരുതിയിരുന്ന തൃക്കാക്കരയിലെ റിസൾട്ട് ഞാനങ്ങ് പറയുകയാണ്. അഖിൽ രാജ് എന്ന അഖിൽ മാരാർ 10,000 വോട്ട് പോലും തിരിച്ചു പിടിച്ചിട്ടില്ല എന്നുള്ള കാര്യമാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ 9,161 വോട്ടുമായി 3-ാം സ്ഥാനത്താണ്. താഴെ നിന്ന് മുകളിലോട്ട് പോകുമ്പോൾ 1-ാം സ്ഥാനത്താണ് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് ആം ആദ്മി പാർട്ടി കഴിഞ്ഞാൽ അടുത്തത് അഖിൽ രാജാണ് താഴെ നിന്ന് മുകളിലോട്ട് പോകുമ്പോൾ. 24,303 വോട്ടുകൾക്ക് അഖിൽ മാരാർ. ഇതിലും വലിയൊരു ഊക്ക് ഇനി അഖിൽ മാരാറിന് കിട്ടാനുണ്ടോ? ചോദിച്ചു വാങ്ങിച്ചാണ്, ചോദിച്ചു കൊടുത്തു. സാധ്യത ജയിച്ചാൽ തന്നെ 1000-ൽ താഴെ വോട്ടുകൾക്ക് അങ്ങനെ വരും. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനെക്കാട്ടി വോട്ട് കോൺഗ്രസ് പാർട്ടി. എന്താ ആ ഒരു കോൺഫിഡൻസ് ആണ്. അതായത് 5000 വോട്ടിന് താഴെയായിരിക്കും ജയിക്കും, അത് ഉറപ്പാണ്. അതായത് പക്ഷെ 5000-ൽ മുകളിലൊന്നും വോട്ടൊന്നും കിട്ടില്ല, അതിൽ താഴെ മാത്രമേ കിട്ടൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആ കോൺഫിഡൻസ് ആണ്.